السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو تقول علينا بعض الأقاويل لأخذناه منه باليمين ثم لقطعنا منه الوتين فما منكم من أحد عنه حاجزين. സ്നേഹമുള്ള സഹോദരന്മാരെ, വിശ്വാസിനികളെ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും നിയന്താവുമായ റബ്ബുൽ ആലമീനായ അല്ലാഹു തആലയെ സ്തുതിക്കുന്നു. അള്ളാഹുവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളെ മനസ്സിലാക്കി അവൻ്റെ വിധിവിലക്കുകൾക്ക് അനുസൃതമായി ജീവിതത്തെ ക്രമീകരിക്കുവാൻ എന്നോടൊപ്പം ഈ സദസ്സിനെയും ഞാൻ ഓർപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഇഷ്ടം മാനിക്കുകയും അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയവരായിക്കൊണ്ട് മരിക്കുകയും ചെയ്യുന്ന ഇഹപര സൗഭാഗ്യവാന്മാരിൽ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാം അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ രക്ഷയും കൃപാകടാക്ഷങ്ങളും അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും എല്ലാ സത്യവിശ്വാസികളിലും അള്ളാഹു വർഷിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. മനുഷ്യൻ്റെ ത്രികാല ജീവിതത്തിലെ രക്ഷയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വിധികളും വിലക്കുകളുമെല്ലാം മനുഷ്യരിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ്. ആ വിധിവിലക്കുകളെ അവക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നത് ഒരുപാട് ബുദ്ധിമുട്ട് പിടിച്ച കാര്യമൊന്നുമല്ല. മനസ്സിന് സമാധാനമുള്ള കാര്യമാണ്, ജീവിതത്തിൽ സുഖകരമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ അതിൽ നിന്നും കുതിരി ഓടി തെറ്റായ വഴികളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിഗൂഢമായ ഒരു വിഭാഗം ഈ ലോകത്തുണ്ട്. അതിൻ്റെ അമീർ, അതിൻ്റെ നേതാവ് ഇബ്ലീസാണ്. അതിനേക്കാൾ കൂടുതൽ മനുഷ്യരും ആ കൂട്ടത്തിലുണ്ടാകും. നാം കേട്ടുകൊണ്ടിരുന്ന ഖുതുബയുടെ തുടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ ഫർളാക്കിയിരിക്കുന്നു അഥവാ നിർബന്ധമാക്കിയിരിക്കുന്നു, വേറെ ചില കാര്യങ്ങൾ ഹറാമാക്കിയിരിക്കുന്നു.
ഹറാമാക്കിയ കാര്യങ്ങളിലേക്ക് അടുക്കരുത് എന്നും നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കരുത് എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് തുടങ്ങിയത്. അതുപോലെ തന്നെ തിൽക ഹുദൂദുല്ലാഹി, അള്ളാഹുവിൻ്റെ വിധി നിയമങ്ങൾക്ക് അതിർവരമ്പുകളുണ്ടെന്നും അതിനെ ലംഘിക്കരുത് എന്നും പറഞ്ഞുകൊണ്ടുള്ള പരിശുദ്ധ ഖുർആൻ്റെ വചനങ്ങളും നാം കേൾക്കുകയുണ്ടായി. അധർമ്മങ്ങളിലേക്ക് പോവുകയില്ലെന്നും ധർമ്മപ്രവർത്തനങ്ങളോട് വിട്ടുവീഴ്ചയില്ലെന്നും പുണ്യകരമായ കാര്യങ്ങൾ ചെയ്തു കൊള്ളാമെന്നും പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാമെന്നും പ്രതിജ്ഞ ചെയ്ത് ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ലോകത്തിലെ മുസ്ലിമീങ്ങൾ, എക്കാലത്തുമുള്ളവർ. തെറ്റുകളിലേക്ക് പോവുകയില്ലെന്നും പുണ്യപ്രവർത്തനങ്ങളോട് വിട്ടുനിൽക്കുകയില്ലെന്നും തീരുമാനമെടുത്തവരാണ് നമ്മളടക്കമുള്ള ലോകത്തിലെ എല്ലാ സത്യവിശ്വാസികളും. പക്ഷേ ഇന്ന് ലോകത്തിലുള്ള മുസ്ലിമീങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ, ഓർക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് ഇങ്ങനെ തെറ്റുകാരായി തീരുവാൻ എങ്ങനെ സാധിക്കുന്നു എന്ന അത്ഭുതം തോന്നാറുണ്ട്. അങ്ങനെ നമ്മെ അത്ഭുതപ്പെടുത്തി ബേജാറാക്കി വിഷമിപ്പിക്കുവാനുള്ള അതിനിഗൂഢമായ പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾ തെറ്റുകളിലേക്ക് പോകുന്നില്ല, തെറ്റ് ചെയ്യുന്നുമില്ല. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാമിൻ്റെ അഹക്കാമ്പെന്ന് മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യാതെ ജന്മനാ മുസ്ലിമായി തീരുകയും അമുസ്ലിമീങ്ങളോടൊപ്പം ജീവിതം കൊണ്ടുപോവുകയും ചെയ്തിട്ട് ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ഒരുപാട് ആളുകളുണ്ടാകും. ആ ആളുകളിൽ നിന്ന് ചിലപ്പോൾ മതത്തോട് തന്നെ വലിയൊരു ഇഷ്ടമില്ലാതെ വെറുപ്പായി തീരുകയും ചെയ്ത മനുഷ്യന്മാർ എവിടെന്നെങ്കിലൊക്കെ ലോകത്ത് എവിടെയെങ്കിലുമുള്ള ആളുകളെ പെറുക്കിയെടുത്ത് അവർക്ക് വലിയ വിലയും കൊടുത്ത് അവരെ ചാക്കിലാക്കി അവരെ കൊണ്ട് ലോകത്ത് എവിടെയെങ്കിലൊക്കെ തിന്മകൾ ചെയ്യിപ്പിച്ചു. അല്ലെങ്കിൽ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകളെ തന്നെ, യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളല്ല അവർക്ക് മുസ്ലിമീങ്ങളുടെ പേര് നൽകി അവരെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചു. ആ തെറ്റുകൾക്ക് വലിയ പ്രചാരണം നൽകി. എന്നിട്ട് മുസ്ലിമീങ്ങൾ ഈ ലോകത്ത് ഏറ്റവും വലിയ തെറ്റുകാരാണ്, കുറ്റക്കാരാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു വിപുലമായ ഒരു ശ്രമം ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. മറ്റൊന്ന്, മുസ്ലിമീങ്ങളായി ജനിക്കുകയും മുസ്ലിം കുടുംബങ്ങളിലും നാടുകളിലുമൊക്കെ വളരുകയും ചെയ്തെങ്കിലും ഇസ്ലാമിൻ്റെതായ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ, ഗ്രന്ഥങ്ങളിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളിൽ അടുപ്പവും പഠനവും ബന്ധവുമില്ലാതെ നടക്കുന്ന ആളുകൾക്ക് തെറ്റുകളോട് വലിയ വെറുപ്പൊന്നും ഉണ്ടായിരിക്കുകയില്ല. പുണ്യങ്ങളോട് വളരെ അടുത്തും ഇഷ്ടവും ഉണ്ടായിരിക്കുകയില്ല. പിന്നെ അങ്ങനെ ചെയ്തു പോകും ചില കാര്യങ്ങളൊക്കെ. അതിൽ നിന്ന് യഥാർത്ഥത്തിൽ മനുഷ്യനെ കൃത്യമായ രേഖയിലൂടെ, വളരെ കൃത്യമായ ട്രാക്കിലൂടെ മനുഷ്യനെ കൊണ്ടുപോകാൻ സാധിക്കണമെങ്കിൽ മനുഷ്യൻ അള്ളാഹു നൽകിയിരിക്കുന്ന അതിവിപുലമായ അതിബൃഹത്തായ ചില അവയവങ്ങളുണ്ട്. ആ അവയവങ്ങൾക്ക് അതിൻ്റേതായ ധർമ്മത്തിന് വിട്ടുകൊടുക്കണം. ആ അവയവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് മനുഷ്യൻ്റെ കാത്, മനുഷ്യൻ്റെ കേൾവി എന്നുള്ളത്, മനുഷ്യൻ്റെ കാഴ്ച എന്നുള്ളത്. ഇവ രണ്ടും എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, അതിനനുസരിച്ച് മാത്രമേ മനുഷ്യൻ്റെ ബ്രെയിൻ വർക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ. മനുഷ്യൻ്റെ തലച്ചോറ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഹൃദയം, ഇത് മനുഷ്യനൊരു വിവരം നൽകും. അതാണ് നമ്മെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്, പ്രേരണ നൽകുന്നത്. അത് വർക്ക് ചെയ്യുന്നതിൻ്റെ പ്രവർത്തനത്തിന് നിയന്ത്രണം നൽകുന്നത് മനുഷ്യൻ്റെ കാതും മനുഷ്യൻ്റെ കണ്ണുമാണ്. അത് യഥാവിധി അള്ളാഹുവിൻ്റെ ഹിതത്തിനനുസരിച്ച് വിട്ടുകൊടുക്കാൻ തയ്യാറില്ലാത്ത മനുഷ്യന്മാരെ അധർമ്മങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും വേണ്ടി വരില്ല. അതുകൊണ്ടാണ് പരലോകത്ത് ചെന്ന് ഈ ദുന്യാവിൽ തോന്നിയ മാതിരി ജീവിക്കുകയും അക്രമങ്ങൾ പ്രവർത്തിക്കുകയും അധർമ്മങ്ങളിൽ എഴുകിച്ചേരുകയും പുണ്യപ്രവർത്തനങ്ങളോട് വിട്ടുനിൽക്കുകയും ചെയ്ത തെമ്മാടികളായ തെറ്റുകാരായ മനുഷ്യന്മാർ പരലോകത്ത് ചെന്ന് അള്ളാഹുവിനോട് പറയുന്ന ഏറ്റവും വലിയ സങ്കടം, ഏറ്റവും വലിയ ബേജാറ്, അവർ പറയുന്നു വഖാലു ലൗ കുന്നാ നസ്മഉ, വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നാഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ. പടച്ചവനെ,
ഞങ്ങൾ കേട്ട് മനസ്സിലാക്കി പഠിച്ച് ജീവിതത്തെ ക്രമീകരിക്കേണ്ട ഒരുപാട് കേൾവിയുടെ സാഹചര്യങ്ങളുണ്ടായിരുന്നു. അത് ഞങ്ങൾ കേൾക്കേണ്ടത് തന്നെയായിരുന്നു. അതെന്നെങ്ങാനും ഞങ്ങൾ ആയുസ്സുള്ള കാലഘട്ടത്തിൽ ശരിക്ക് യഥാവിധി കേട്ടിരുന്നുവെങ്കിൽ എന്നിട്ട് ആ കേട്ട് പഠിച്ച മനസ്സിലാക്കിയ കാര്യങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ മാ കുന്നാ ഫി അസ്ഹാബി സഈർ, ഈ എരിയുന്ന പൊരിയുന്ന കരിയുന്ന കത്തിക്കൊണ്ടിരിക്കുന്ന ഈ നരകത്തിൽ ഒരു കാരണവശാലും ഞങ്ങൾ എത്തുകയില്ലായിരുന്നു എന്നവർ പറഞ്ഞ് സങ്കടപ്പെടുന്നത് മനുഷ്യൻ്റെ കേൾവിയെക്കുറിച്ചാണ്. മനുഷ്യൻ കേൾക്കേണ്ടതിൽ ഏറ്റവും പ്രധാനമായത്, ചിന്തിക്കേണ്ടത് ഏറ്റവും പ്രധാനമായത് ഏതാണെന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തെയും നമ്മെയും അന്യൂനമായി സൃഷ്ടിച്ച് അത്യുദാരമായി പരിപാലിച്ചുകൊണ്ടേയിരിക്കുന്ന മനുഷ്യ ജീവിതത്തെയും മനുഷ്യനെയും നമ്മൾ ഏറ്റവും ആലങ്കാരികമായി പ്രയോഗിക്കാറുണ്ടല്ലോ, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെയെന്ന്. അതിനേക്കാളെല്ലാം അത്ഭുതകരമായ തരത്തിൽ മനുഷ്യനെ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, മനുഷ്യനെ അതിനിപുണമായ രൂപത്തിൽ പടച്ചുണ്ടാക്കി, മനുഷ്യനെ പടക്കുന്നതിന് വേണ്ടി മുമ്പ് മനുഷ്യന് വേണ്ടത് എല്ലാ വിരിപ്പുകളും സുഖജീവിതത്തിന് ആവശ്യമായ മുഴുവൻ അറ്റ്മോസ്ഫിയറും ക്ലിയർ ചെയ്ത് പടച്ചുണ്ടാക്കി, അവൻ തെറ്റിലേക്ക് പോകുമ്പോൾ തടുത്തുകൊണ്ടിരുന്നു. തെറ്റിലേക്ക് പോകാതിരിക്കുവാനുള്ള മനുഷ്യൻ്റെ ഇക്കിളി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. അതാണ് മനസ്സാക്ഷിക്കുത്ത്. എല്ലാ നന്മകളും നിറച്ച് ഒരുക്കി വെച്ച് മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കിയ പടച്ച തമ്പുരാൻ ചില നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ കാതോർക്കുകയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ധർമ്മം. ആ നിർദ്ദേശങ്ങളിലൂടെ അള്ളാഹുവിൽ നിന്നല്ലാതെ അള്ളാഹുവിനെ പഠിക്കാൻ പറ്റുകയില്ല. അള്ളാഹുവിൽ നിന്നല്ലാതെ അള്ളാഹുവിൻ്റെ ദീനിനെ മനസ്സിലാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ആ അള്ളാഹുവിൻ്റെ ദീൻ അള്ളാഹുവിന് വേണ്ടി അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി ഇറക്കുമ്പോൾ അതിൽ ഒരു അല്പം പോലും ഒരു കറയോ കലർപ്പോ സംഭവിക്കാതിരിക്കുവാൻ അള്ളാഹു പാലിച്ച സൂക്ഷ്മതയുണ്ടല്ലോ, മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്നുണ്ടത്. പരിശുദ്ധ ഖുർആനാണ് അള്ളാഹു ജനങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശം. അതിനു മുമ്പുള്ള അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളൊക്കെ അതിൽപ്പെട്ടത് തന്നെയാണ്. ആ ഗ്രന്ഥം അവതരിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു ഒരുക്കിയ ആകാശലോകത്തെ അത്ഭുതമായ സുരക്ഷിതത്വം പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കി തരുന്നുണ്ട് നമുക്ക്. ഞാൻ അതിലേക്ക് പോവുകയല്ല. ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുവാൻ അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ ആകാശലോകത്ത് അള്ളാഹു വരുത്തിയ അത്ഭുതങ്ങളായ അതിൻ്റെ പാറാവുകളും അതിൻ്റെ സുരക്ഷിതത്വങ്ങളും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജിൻ എന്ന അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്. അതിൽ ജിന്നുകളാകുന്ന പിശാചുക്കൾ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളിൽ അല്പമെങ്കിലും എവിടെയെങ്കിലും അല്പം കട്ടുകേൾക്കുകയും എന്നിട്ട് അവർക്ക് തോന്നിയ രൂപത്തിൽ മനുഷ്യ മനസ്സുകൾ അതിൽ ഇട്ടുകൊടുക്കുകയും അള്ളാഹു ഉദ്ദേശിച്ച ദീനിനെ വികൃതമാക്കി തീർക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന ആ പിശാചുക്കളായ ജിന്നുകൾ ആ ലോകത്തേക്ക് അടുക്കാതിരിക്കാൻ വേണ്ടി, ആ ലോകത്തേക്ക് അടുത്തു പോകാതിരിക്കാൻ വേണ്ടി ശക്തമായ പാറാവുകൾ അള്ളാഹു ആ രംഗത്ത് ഇറക്കിയിരുന്നുവെന്നും ആരെങ്കിലും കട്ടുകേൾക്കാൻ ശ്രമിച്ചാൽ ഉൽക്കകൾ കൊണ്ട് അവരെ എറിഞ്ഞ് നശിപ്പിക്കുമായിരുന്നുവെന്നും, എന്ന് വെച്ചാൽ വളരെ ഫിൽട്ടർ ചെയ്ത് വളരെ ശുദ്ധമായ ഗ്രന്ഥമല്ലാതെ വചനമല്ലാതെ ദീനല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് വേണ്ടി ഇറക്കിയിട്ടില്ല എന്നും, ആ ഗ്രന്ഥത്തെ അതിസൂക്ഷ്മമായി പഠിക്കുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യാതിരുന്നാൽ മനുഷ്യൻ വഴികേടിലായിപ്പോകുമെന്നും മനുഷ്യനെ വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു തആല. ഞാൻ ഓർക്കുന്നു, ഈ റമളാൻ കഴിഞ്ഞിട്ട് 2-3 ആഴ്ചകളെ കഴിഞ്ഞുള്ളൂ. റമളാനിൽ ഒരുപാട് തവണകൾ, ഒരുപക്ഷെ ഒന്നിലേറെ തവണകൾ പരിശുദ്ധ ഖുർആൻ ഖത്തം തീർത്തവരായിരിക്കാം ഈ സദസ്സിലുണ്ടായിരിക്കുക, ഒന്നിലേറെ തവണ. പക്ഷെ എന്നിട്ട് നമുക്കെന്ത് മാറ്റമുണ്ടായി? പരിശുദ്ധ ഖുർആൻ നമ്മൾ ഖത്തം തീർത്തിട്ട് നമുക്കെന്ത് മാറ്റമുണ്ടായി? പരിശുദ്ധ ഖുർആൻ മാറ്റത്തിൻ്റെ ഗ്രന്ഥമാണല്ലോ, വിപ്ലവത്തിൻ്റെ ഗ്രന്ഥമാണല്ലോ. പരിശുദ്ധ ഖുർആനെ പോലെ ശത്രുവുള്ളൊരു ഗ്രന്ഥം ഈ ലോകത്തില്ലല്ലോ. ഉണ്ടോ? നമ്മൾ പരിശുദ്ധ ഖുർആനെ ഇഷ്ടപ്പെട്ടവരാണ്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്, പരിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പരിശുദ്ധ ഖുർആൻ എന്ന മഹാനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാസം മുഴുവൻ വ്രതമനുഷ്ഠിച്ചവരാണ് നമ്മൾ. പരിശുദ്ധ ഖുർആൻ എന്ന മഹാനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് ഒരു മാസക്കാലം മുഴുവൻ വ്രതമനുഷ്ഠിക്കുകയും അത് പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുകയും അത് കേൾക്കുകയും അത് ചിന്തിക്കുകയും അത് പ്രവർത്തിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണല്ലോ നമ്മൾ. പലതവണ അത് ഖത്തം തീർക്കുകയും ചെയ്തു. വല്ല വിപ്ലവവും നമ്മുടെ ജീവിതത്തിലുണ്ടായോ? വല്ല മാറ്റവും ഉണ്ടായോ? നമ്മൾ മാറിയിട്ടുണ്ട്, ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആൻ അർഹിക്കുന്ന തരത്തിലൊരു മാറ്റം അത് ഉണ്ടാവണമെങ്കിൽ അത്
ഖൽബ് കൊണ്ട് മനസ്സിലാക്കണമെന്നാണ്. ഞാൻ ഓർക്കുന്നു, അബൂജഹൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നൊരു വാക്കുണ്ട്, മുഹമ്മദ്, ഞങ്ങൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഞങ്ങളുടെ മക്കളെക്കാളേറെ, ഞങ്ങളുടെ ആരെക്കാളും കൂടുതൽ ഞങ്ങൾക്ക് പ്രിയം നിന്നോട് മാത്രമാണ്. ഈ നാടിൻ്റെ പൊന്നോമന മകനാണ് നീ, ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. പിന്നെ എന്താ ഞങ്ങൾക്ക് നിന്നുള്ള വെറുപ്പെന്നറിയാമോ? നീ കൊണ്ടുവന്ന ഇതുണ്ടല്ലോ, ഇതാണ് ഞങ്ങൾക്ക് പറ്റാത്തത്. നീ കൊണ്ടുവന്നത് ഒന്നുണ്ടല്ലോ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് എന്താ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് ആയിരുന്നുവല്ലോ മക്കയിലെ. അത് റസൂലുള്ള ആയപ്പോഴാ? വഹി തുടങ്ങിയപ്പോഴാണ്. വഹി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. ആ പരിശുദ്ധ ഖുർആനോടാണ് ഞങ്ങൾക്ക് വെറുപ്പ്. അതിനോട് മാത്രമാണ് നമുക്ക് ശത്രുത, അല്ലാതെ നിന്നോടല്ല. സത്യം, പരിശുദ്ധ ഖുർആന് ശത്രുക്കളുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല ഒരു പക്ഷേ. പരിശുദ്ധ ഖുർആൻ എല്ലാവരും ഇഷ്ടപ്പെട്ടില്ല, അത് ശരിയാണ്. പക്ഷേ പരിശുദ്ധ ഖുർആന് ശത്രുക്കളുണ്ടോ? ഉണ്ടോ? പരിശുദ്ധ ഖുർആന് ശത്രുക്കളേ ഉള്ളൂ. ഒരുപാട് ശത്രുക്കളുണ്ട് പരിശുദ്ധ ഖുർആൻ. പക്ഷെ എന്ത് ചെയ്യാനാകും? പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യാനോ? ഈ ലോകം മുഴുവൻ കൂടി വിചാരിച്ചാൽ, ഈ ലോകത്തുള്ള എല്ലാവരും കൂടി വിചാരിച്ചാൽ പരിശുദ്ധ ഖുർആൻ എന്ത് ചെയ്യാനാകും? പരിശുദ്ധ ഖുർആന്റെ ഒരു അക്ഷരത്തിന് മാറ്റം വരുത്തുവാൻ, അതിന് ചിന്തയെ വ്യംഗ്യമാക്കുവാൻ, തകരാറാക്കുവാൻ ഈ ലോകത്തെ ബുദ്ധിരാക്ഷസന്മാർ മുഴുവനും കൂടി ശ്രമിച്ചാൽ സാധ്യമാവുകയില്ല. ഞാൻ ഓതിക്കേൽപ്പിച്ചൊരു വചനമുണ്ട് സൂറത്ത് അൽ ഹാഖ് എന്ന അധ്യായത്തിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയേണ്ടതില്ല. ഒരുപാട് ഇഷ്ടമാണ്, വിവരിച്ചു തരാൻ പറ്റാത്തത്രയും ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനിച്ചിരിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവരെ അള്ളാഹുവിന് ഇഷ്ടമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ട് സലാത്ത് ചൊല്ലാത്ത മനുഷ്യന്മാർ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അകലെയാണ്. സലാത്ത് ചൊല്ലുന്നവരോ അള്ളാഹുവിന്റെ പ്രിയത്തിൽ തന്നെയാണ്. ആര് അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവോ അവൻ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചിരിക്കണം. അതാണ് സത്യം. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ. തഖവ്വല എന്ന് പറഞ്ഞാൽ ഉള്ളതിനെ ഉണ്ടാക്കി പറയുക. കാല എന്നെ പറഞ്ഞു, കവ്വല എന്നെ ഉണ്ടാക്കി പറഞ്ഞു. ഇല്ലാത്ത കാര്യങ്ങൾ മുസ്ലിമീങ്ങളെ കുറിച്ച് ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നുണ്ടല്ലോ, വെറുതെ ഉണ്ടാക്കി പറയുക. ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി പറയുക, അതാണ് കവ്വല. വലൗ തഖവ്വല അലൈന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് അള്ളാഹുവിൻ്റെ പരാമർശം. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു വഹി നൽകാത്ത ഒരു കാര്യവും ഉച്ചരിക്കാത്ത ആളാണ് ആര്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ ദീനിൽ സ്വന്തമായി ഒന്നും പറയുകയില്ല അള്ളാഹുവിൽ നിന്ന് വഹി കിട്ടാതെ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിർത്തിക്കൊണ്ട് അള്ളാഹു തആല പറയുന്നു, വലൗ തഖവ്വല അലൈന ബഅദൽ അഖാവീൽ. ആരെങ്കിലും അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വല്ലതും ഉണ്ടാക്കിയെങ്ങാനും പറഞ്ഞാൽ, വഹി നൽകുന്നതിനെ ആ നൽകിയതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ചേർത്ത് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുറച്ച് പറഞ്ഞാൽ, വലൗ തഖവ്വല അലൈന ബഅദൽ അഖാവീൽ ലഅഖദ്നാഹു ബിൽ യമീൻ. അവനെ ഞാൻ പിടിച്ചു കളയും എൻ്റെ വലത് കൈ കൊണ്ട്. ആരെക്കുറിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ തഖവ്വല അലൈന ബഅദൽ അഖാവീൽ, ഞാൻ പറഞ്ഞു കൊടുക്കാത്ത വല്ല കാര്യങ്ങളും എൻ്റെ മേലിൽ ചേർത്തി പറഞ്ഞു കഴിഞ്ഞാൽ ലഅഖദ്നാഹു മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാഹു മിൻഹുൽ വതീൻ. അവൻ്റെ ജീവനാടി ഞാൻ പൊട്ടിച്ചു കളയും. അവൻ്റെ ജീവനാടി ഞാൻ പൊട്ടിച്ചു കളയും. അങ്ങനെ ഞാൻ അവനെ സൃഷ്ടിച്ചാൽ ലോകത്താർക്കും അവനെ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ല. അതാണ് അടുത്ത വാക്ക്. എന്തിനാണ് അല്ലാഹു തആല ഇത് പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിൽ വല്ലതും ചേർക്കുമോ? വല്ലതും കുറക്കുമോ? വല്ലതും ഡെക്കറേറ്റ് ചെയ്ത് പറയുമോ? ഇല്ല, ഉള്ളത് മാത്രമേ പറയുകയുള്ളൂ. പരിശുദ്ധ ഖുർആന്റെ മഹത്വം ഉറപ്പെടുത്തിയതാണ് ഇതിൽ. ഇത് പഠിക്കുവാൻ വേണ്ടി നീ വേജാറായിക്കൊണ്ട് വിഷമിക്കേണ്ടതില്ല. അത് നിന്നെ പഠിപ്പിക്കുവാൻ എൻ്റെ ബാധ്യതയാണെന്നും അതിൻ്റെ വ്യാഖ്യാനവും ഞാൻ നിന്നെ പഠിപ്പിച്ചു കൊള്ളാമെന്നും അത് മനഃപ്പാഠമാക്കുവാൻ വേണ്ടി ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജിബ്രീൽ വഹി നൽകി പിരിഞ്ഞു പോയാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത വചനങ്ങൾ മനഃപ്പാഠമാക്കുവാൻ വേണ്ടി, മറന്നു പോകാതിരിക്കാൻ വേണ്ടി, അത് മനഃപ്പാഠമാക്കാൻ വേണ്ടി വായ കൊണ്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു, മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടി. അപ്പോഴാണ് അല്ലാഹു തആല അടുത്ത ആയത്തിറക്കുന്നത്, ലാ തുഹർരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി.
ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന, നാം നിനക്ക് ഓതിത്തന്ന വചനങ്ങൾ മനഃപ്പാഠമാക്കാൻ വേണ്ടി നീ ധൃതിപ്പെട്ട് നാവിട്ടടിക്കേണ്ടതില്ല. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന, അത് നിന്റെ മനസ്സിൽ നിരൂഢമാക്കി ഉറപ്പിച്ചു തരിക എന്ന് എന്റെ ബാധ്യതയാണ്, അത് ഞാൻ ചെയ്തുകൊള്ളും. ഇന്ന അലൈനാ ജംഅഹു വ ഖുർആന സുമ്മ ഇന്ന അലൈനാ ബയാന, ഖുർആന്റെ വചനങ്ങൾ മാത്രമല്ല അതിന്റെ ബയാൻ, അതിന്റെ വിവരണവും അതും എന്റെ ചുമതലയിൽപ്പെട്ടതാണ്, അത് ഞാൻ ചെയ്തു കൊള്ളാൻ. അത്രയേറെ അള്ളാഹു പരിശുദ്ധ ഖുർആനെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഖുർആൻ അത് ഉച്ചരിക്കുന്നവരെ, അതിന്റെ മാർഗത്തിൽ നിൽക്കുന്നവരെ ശത്രുക്കളായി കാണുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ശത്രുതയുണ്ട്, അത്രയേറെ ശത്രുതയുണ്ട് പരിശുദ്ധ ഖുർആനോട്. എന്താ പരിശുദ്ധ ഖുർആൻ ആദ്യമായി ചെയ്തത്? പരിശുദ്ധ ഖുർആന്റെ വിളംബരത്തിൽ, അതിന്റെ കൽപ്പനയിൽ, വിരോധത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാ? ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതെന്ത്? അത് നിങ്ങൾ പറയാത്ത എനിക്കറിയാം. അതിനല്ലല്ലോ നിങ്ങളവിടെ നിർത്തിക്കണെന്നല്ലേ? അള്ളാഹു ആണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതല്ലേ? ആണല്ലോ. അവനെ സൃഷ്ടാവായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ മാത്രമേ ഇലാഹായിട്ടുള്ളൂ. അവൻ മാത്രമേ ഈ ലോകത്തിൽ സൃഷ്ടാവായിട്ടുള്ളൂ. ആ സൃഷ്ടാവ് മാത്രമേ ആരാധ്യനായിട്ടുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ലോകം നിങ്ങൾ മുഴുവനും ഫിൽറ്റർ ചെയ്ത് പരിശോധിച്ചോളൂ. അള്ളാഹു അല്ലാതെ സൃഷ്ടിച്ച വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ, വല്ല വസ്തുക്കളൊന്ന് കാണിച്ചു തരൂ. ഫഅറൂനി മാദാ ഖലഖു, അള്ളാഹു അല്ലാതെ സൃഷ്ടിച്ച വല്ലതും ഉണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരൂ എന്ന് പരിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നു. എന്തെങ്കിലും ഉണ്ടോ കാണിച്ചു കൊടുക്കാൻ? ഇല്ല, ഒരു സാധനവുമില്ല. എല്ലാം പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചതാണ്. സർവത്തിൻ്റെയും സൃഷ്ടാവും നിയന്താവുമായ അള്ളാഹു, അവനല്ലാത്തൊരു ആരാധനയില്ല എന്നതാണ് ഈ ലോകത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വാക്ക്. പക്ഷെ ലോകർക്ക് ഏറ്റവും വെറുക്കപ്പെട്ട വാക്ക് ഏതാ? ലോകരിൽ മഹാഭൂരിപക്ഷത്തിന് വെറുപ്പുള്ള വാക്ക് ഏതാണ്? അള്ളാഹു അല്ലാത്ത ഒരാരാധ്യനുമില്ല എന്നവർക്ക് സഹിക്കാനാവുന്നില്ല. ബാക്കിയൊക്കെ അവർക്ക് സഹിക്കാം. പരിശുദ്ധ ഖുർആന്റെ ഏറ്റവും ഖരപ്പെട്ട വിളംബരം, കൽപ്പന, അതിന് ഏറ്റവും വലിയ ഉപദേശം അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് തന്നെയാണ്. അത് പറയുന്നവരെ മുഴുവനും വെറുപ്പാണ്. അതാണ് പരിശുദ്ധ ഖുർആന്റെ അന്തസത്ത. അത് പറയുന്നവരെ മുഴുവനും വെറുപ്പാണ്. തൊട്ടടുത്ത ദിവസങ്ങളിലായി ഇന്ത്യയിൽ ഒരു വലിയ മനുഷ്യനെ, ലോകം മുഴുവനും കണ്ട ഒരു മനുഷ്യനെ, എല്ലാവരെയും മനസ്സിനുള്ളിൽ ഓമനിക്കുന്ന, ലാളിക്കുന്ന ഒരു മനുഷ്യനെ, അദ്ദേഹം വായു തുറന്നാൽ പരിശുദ്ധ ഖുർആന്റെ പേമാരിയായിരിക്കും. നമ്മൾ അത്ഭുതപ്പെട്ടു, കുടഞ്ഞു പോകും. ഇതൊന്നും കൂടി ചെവിയിൽ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അത്രയേറെ നമ്പറും അക്കം വിട്ട് ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ പതറി പറയുന്ന ഒരു മനുഷ്യരെ ലോകത്തിന് ശത്രുവായി കാണാൻ എത്ര പണിയെടുത്തു, എന്തുമാത്രം പണിയെടുത്തു. പരാജയപ്പെടാതിരിക്കുകയില്ല. എന്താ കാരണം? പരിശുദ്ധ ഖുർആന്റെ സംരക്ഷണം അള്ളാഹുവിൻ്റെതാണ്. പരിശുദ്ധ ഖുർആന്റെ സംരക്ഷണം അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹുവിന്റെ പ്രിയങ്കരായ അമ്പിയാക്കന്മാർ വഫാത്തായി പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആന്റെ ഹർഫ് മാറ്റാൻ അള്ളാഹു തആല സമ്മതിക്കുകയില്ല. നാം എല്ലാവരും മനസ്സിൽ കൊണ്ടു നടക്കുന്ന പരിശുദ്ധ കഅബാലയം ഖിയാമത്ത് നാളിന് മുമ്പ് പൊളിക്കപ്പെടും. പരിശുദ്ധ ഖുർആന്റെ ഒരു ഹർഫ് സ്ഥലം മാറ്റാൻ അള്ളാഹു തആല അനുവദിക്കുകയില്ല. അതിന്റെ ഫതഹിനെ കിസറാക്കാൻ സമ്മതിക്കുകയില്ല. അതിന്റെ ലമ്മിനെ ഫതഹാക്കാൻ സമ്മതിക്കുകയില്ല. പുള്ളിയുള്ളതിനെ മാറ്റാൻ സമ്മതിക്കുകയില്ല. ഒരു പുള്ളിക്ക് പകരം 2 പുള്ളി ഇടാൻ സമ്മതിക്കുകയില്ല. കണ്ടുപിടിക്കപ്പെടും അത്. അത്രമാത്രം മനുഷ്യന് ഉപകാരപ്രദമായ ഒരു ഗ്രന്ഥം ഈ ലോകത്തില്ല. ആ ഗ്രന്ഥത്തിന്റെ ശത്രുക്കളാണ് മഹാഭൂരിപക്ഷവും ഈ ലോകത്തുള്ളവർ. നമുക്ക് ഓർമ്മയുണ്ടാകും, നമ്മയൊക്കെ സ്നേഹിക്കുന്ന നമ്മൾ തെറ്റിദ്ധരിച്ച കുറേ ആളുകളുണ്ടായിരുന്നു. നമ്മയൊക്കെ അവരൊക്കെ സ്നേഹിക്കുന്നുണ്ട്, അവരെ ഉണ്ടാവുള്ളൂ നമുക്കൊരു കാലത്ത്. മറ്റുള്ളവരൊക്കെ എല്ലാ മുസ്ലിങ്ങളും നമ്മളുടെ ശത്രുക്കളായി മാറുമ്പോൾ നമ്മെ രക്ഷിക്കാൻ കേരളത്തിലൊക്കെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു ആളുകൾ. എങ്ങനെ? പോത്തിറച്ചി തിന്നാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ പോത്തിറച്ചി തിന്നാൻ പാടില്ലെന്നു. മുസ്ലിമീങ്ങളുടെ പ്രധാനപ്പെട്ട സംഗതിയില്ല, അത് ഞങ്ങൾ സംരക്ഷിക്കുന്നു. കേരളത്തിൽ മുഴുവൻ ഇറങ്ങി പോത്തിറച്ചി ഉണ്ടാക്കി വിളംബരം ചെയ്തു. എല്ലാവർക്കും വിളമ്പി. നമ്മൾ ആളുകൾ മുസ്ലിമീങ്ങൾ വിചാരിച്ചു, ഇവരെ ഉള്ളു വിട്ടേ നമ്മളൊപ്പം അല്ലേ? നമ്മളതിൻ്റെ കൂട്ടത്തിൽ പെട്ടുപോയല്ലോ. ബീഫ് തിന്നാൻ പാടില്ല എന്ന് ആരോ പറഞ്ഞു. ശരിയാണ്, കേരളത്തിൽ, ഇന്ത്യയിൽ ചില സൃഷ്ടികളൊക്കെ വലിയൊരു കാര്യമാക്കിയിട്ടുണ്ട്. നമുക്കെന്തേ പോത്ത് തിന്നാതെ ജീവിക്കാൻ പറ്റൂലേ? നമ്മൾ അത് തിന്നിപ്പിക്കാൻ വേണ്ടി ജീവിച്ചു വളർന്നവരാ. നമുക്കതിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അത് നമ്മുടെ പ്രശ്നമാണ് എന്ന് വരുത്തി തീർക്കുക. അത് നമ്മുടെ പ്രശ്നമാണ്, മുസ്ലിമീങ്ങളുടെ പ്രശ്നമാണ്. മുസ്ലിമീങ്ങൾ പോത്ത് തിന്നുന്നവരാണ്, അവരെ തിന്നാൻ പാടില്ല എന്നാൽ ഞങ്ങൾ സമ്മതിക്കില്ല, വലിയ ഒച്ചപ്പിളിയൊക്കെ ഉണ്ടാക്കി.
എന്നിട്ട് കേരളത്തിലെ ക്യാമ്പസുകളിലും കോളേജുകളിലൊക്കെ പോത്തർച്ചുണ്ടാക്കി വിളംബരം ചെയ്തപ്പോൾ, ഇങ്ങനെ വിതരണം ചെയ്തപ്പോൾ നമ്മളും വിചാരിച്ചാൽ ഇവരാട്ടെ നമ്മളൊപ്പുള്ളതെന്ന്. ആ ഇലക്ഷൻ വരെ അതൊക്കെ നടന്നു. അതെ, കുറേ ആളുകളാണ്ട് ചായഞ്ഞ് വീണും ചെയ്ത ഈ പേരിൽ. പക്ഷെ ഇപ്പോൾ പരിശുദ്ധ ഖുർആന്റെ വിളംബരത്തിന് ഷാക്കിർ നായിക്കിനെതിരിൽ ഇന്ത്യയിലും ലോകത്തും വർത്തമാനമുണ്ടായപ്പോൾ ഈ മഹാന്മാരെന്താ പറഞ്ഞത്? ബുദ്ധി വേണം നമുക്ക്. നമ്മുടെ ശത്രുക്കൾ നമ്മെ സഹായിക്കാൻ നമ്മളല്ലാതെ ഉണ്ടായിരിക്കുകയില്ല. അള്ളാഹുവും അള്ളാഹുവിൻ്റെ വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. മറ്റൊക്കെ നമ്മളെ ചൂഷണം ചെയ്യും. ഷാക്കിർ നായിക്കിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം തീവ്രവാദിയാണെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹത്തിനെതിരിൽ അനുകൂലമായി പറഞ്ഞത് അത് വ്യക്തിയുടെ വാക്കാണോ അതോ പാർട്ടിയുടെ വാക്കാണോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞില്ലേ? എന്ത് ഷാക്കിർ നായിക്ക് ആരെയാണ് ഉപദ്രവിച്ചത്? അദ്ദേഹം ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഒരു തീവ്രവാദവും പറഞ്ഞിട്ടുമില്ല. ഇല്ലാന്ന് അത് പ്രചരിപ്പിക്കുന്നവർക്ക് വരെ അറിയാം. എൻ്റെ വിഷയം അതല്ല. പക്ഷെ അത് പറഞ്ഞപ്പോൾ മറ്റവർക്കൊപ്പം നിന്നു കൊടുക്കാൻ ശ്രമിച്ചു. അതാണ് പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്ന ചില കാര്യങ്ങളിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പക്ഷെ അതിൻ്റെ മുസ്ലിമീങ്ങൾ എന്തായിരിക്കണം? മുസ്ലിമീങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമുണ്ട്. അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അത് ചുരുങ്ങിപ്പോകുന്നില്ല. ആ ദുരന്തം മുസ്ലിമീങ്ങളിൽ ജൂതന്മാരുടെ സ്വഭാവം വളർന്നു വരുന്നതാണ്. മുസ്ലിമീങ്ങളിൽ ജൂതന്മാരുടെ സ്വഭാവം വളർന്നു വരുന്നു. ഒരു വേജാറുടിച്ച വാക്കാണ് ഞാൻ പറഞ്ഞില്ലേ. എന്നാൽ ജൂതനെ സംബന്ധിച്ച്, കൊടിയ മുശ്രിക്കുകളെ സംബന്ധിച്ച് അള്ളാഹു തആല എടുത്തു പറഞ്ഞൊരു ദുസ്വഭാവമുണ്ട്. അത് സൂറത്ത് ഹശറിലെ 14-ാമത്തെ ആയത്തിൽ കാണാം. അള്ളാഹു തആല പറയുന്നു, തഹ്സബുഹും ജമിയൻ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പരാമർശം. നീ വിചാരിക്കും അവർ ഒറ്റക്കെട്ടാണെന്ന്. തഹ്സബുഹും ജമിയൻ, നീ അവരെക്കുറിച്ച് വിചാരിക്കുന്നത് അവർ ഒറ്റക്കെട്ടാണ്, ഒറ്റ സംഘമായി സംഘടിതമായി പോകുന്നൊരു ജനതയാണെന്നാണ്. തഹ്സബുഹും ജമിയൻ ഖുലൂബുഹും ശത്ത. അത് വളരെ തെറ്റാണ് നീ വിചാരിക്കുന്നത്. ഖുലൂബുഹും ശത്ത, അവിടെ കൽബുകൾ വിഭിന്നമാണ്. ജൂത മുശ്രിക്കുകളുടെ കൽബുകൾ വിഭിന്നമാണ്. അവരെ കാട്ടിക്കൂട്ടൽ കണ്ടാൽ നീ വിചാരിക്കും അവർ ഒറ്റക്കെട്ടാണെന്ന്. അവിടെ കൽബുകൾ ശത്താണ്. ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅഖിലൂൻ. കാരണം അവർ വലിയ ചിന്തകന്മാരാണെന്നല്ലേ വിചാരം. ലോകത്തിൻ്റെ ജീവനാടി കണ്ടുപിടിച്ച വലിയ ചിന്തകന്മാരാണ് എന്നല്ല അവരെ പറ്റി പറയുന്നത്. കുറെ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവാം. പക്ഷെ അള്ളാഹു അവരെ പറ്റി വിലയിരുത്തിയത് ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഅഖിലൂൻ. അവർ ചിന്തിക്കാത്തൊരു കൗമാണ്. അവർ ചിന്തിക്കാത്തൊരു കൗമാണ്. അവർ ചിന്തിക്കുന്നുണ്ട്. ഏതിനെക്കുറിച്ച്? ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സൃഷ്ടിച്ച പക്ഷേ വസ്തുക്കളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, ഗവേഷണം നടത്തുന്നുണ്ട്. അള്ളാഹിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നേയില്ല. അതുകൊണ്ട് അള്ളാഹു തആല പറഞ്ഞു ഖൗമുൻ ലാ യഅഖിലൂൻ, അവർ ചിന്തിക്കാത്തൊരു ജനതയാണ്. എൻ്റെ ഈ വചനത്തിലെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, തഹ്സബുഹും ജമിയ, അവർ ഒറ്റക്കെട്ടാണെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഖുലൂബുഹും ശത്ത, അവരുടെ കൽബുകൾ വിഭിന്നമാണ്. ഈ രോഗം നമ്മളിൽ അധികരിക്കുന്നു. നമ്മുടെ കൽബുകൾ ചിതറിപ്പോകുന്നു. നമ്മുടെ കൽബുകൾ പരസ്പരമുള്ള ബന്ധങ്ങൾ അകന്നകന്നു പോകുന്നു. നാൾക്ക് നാൾ നമ്മൾ യോജിച്ച് വരികയല്ല. നാൾക്ക് നാൾ നമ്മൾ വിഘടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ജൂതൻ്റെ സ്വഭാവമാണ്. ജൂതനിൽ കാണുന്ന ഒരു സ്വഭാവമാണ്, കാണേണ്ട സ്വഭാവമാണെന്നാണ് പരിശുദ്ധ ഖുർആൻ വിലയിരുത്തി. അതെങ്ങനെ നമ്മളിലേക്ക് കടന്നു വന്നു? പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ എന്ന് പറയുന്ന പ്രബോധകനായ ഷാക്കിർ നായിക്കിനെ പറ്റി പറഞ്ഞപ്പോഴും മുസ്ലിമീങ്ങളിൽ ഒരു സംഘടന പോലും അതിനെതിർത്തില്ലേ? എതിർത്തു. അദ്ദേഹം ജാഹിലാണെന്നും ഹംഖാണെന്നും പറഞ്ഞ് പ്രസംഗിച്ചു, മൈക്കേറ്റ് പ്രസംഗിച്ചു. അദ്ദേഹം ഹംഖാണെന്ന്. എന്തൊരു വർത്തമാനമാണിത്! തൽക്കാലം ഒന്നും മിണ്ടാതിരുന്നു കൂടായിരുന്നില്ലേ? ഒന്നും പറയാതിരുന്നെങ്കിൽ മുസ്ലിമീങ്ങളിൽ തന്നെ അതിന് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ജനങ്ങളെ ധാരണയിൽ വരുത്തിയില്ലേ? എവിടെ നമ്മുടെ കൽബുകൾ ഒന്നിക്കുന്നില്ല. കൽബുകൾ ഭിന്നിച്ചു പോവുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാറുണ്ട്, പരിശുദ്ധ ഹറമിൽ 4 മുസല്ലയുള്ള ഒരു കാലമുണ്ടായിരുന്നു. ഇമാം ഷാഫിഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബിന് ഒരു മുസല്ല, മാലിക് ബിൻ അനസിന്റെ മദ്ഹബിന് മറ്റൊരു മുസല്ല, അതുപോലെ അബൂ ഹനീഫയുടെ മദ്ഹബിന് മറ്റും 4 പ്രധാനപ്പെട്ട മദ്ഹബുകൾക്ക് 4 മുസല്ലിട്ട് നമസ്കരിച്ചിരുന്നു. ഓരോ ജമാഅത്ത് കഴിഞ്ഞിട്ടേ മറ്റു ജമാഅത്ത് തുടങ്ങുകയുള്ളൂ. അങ്ങനെ നമസ്കരിച്ചൊരു കാലമുണ്ടായിരുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ ദാവത്തിലൂടെ,
പരിശുദ്ധ ഖുർആന്റെ ഏകത്വത്തിലൂടെ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ഒരൊറ്റ മുസല്ല മതിപ്പാടെ നമസ്കരിക്കാൻ അങ്ങനെ ആക്കിയെടുത്തു. മുസ്ലിമീങ്ങളുടെ ഭിന്നിപ്പിൽ നിന്നും മാറ്റിയെടുത്തി ഏകത്വത്തിലേക്ക് ശരിയായ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ഇന്നെങ്ങനെ 2-4-5 കൊല്ലം മുമ്പ് പള്ളിയിൽ നാട്ടിൽ പോയി നമസ്കരിച്ച് അതേ പള്ളിയിൽ പോയി ഇപ്പം നമസ്കരിക്കാൻ പറ്റുമോ? നമ്മൾ പള്ളി വേറെ ഉണ്ടാക്കി പോകേണ്ടി വന്നില്ലേ? ഇനിയും പള്ളികൾ വേറെ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരില്ലേ? അവർ 4 മുസല്ല വിരിച്ചിട്ടുള്ളൂ. നമ്മൾ 40 പള്ളികളുണ്ടാക്കും. എന്നിട്ട് നമ്മൾ പറയുന്നു നമ്മൾക്ക് കേടൊന്നും പറ്റിയിട്ടില്ല. അതെ, കുലൂബുഹും ശത്ത. നമ്മുടെ കൽബുകൾ ഭിന്നിച്ചു പോകുന്നു, അകന്നകന്ന് വിമർശിച്ചു പോകുന്നു. അടുത്തിരിക്കുവാനും സലാം പറയാനും സന്തോഷം പ്രകടിപ്പിക്കുവാനും പറ്റാത്ത വിധം നമ്മൾ ദൂരെയായി പോകുന്നു. പരിശുദ്ധ ഖുർആന്റെ ആളുകളാണ് താനും നാം പരിശോധിക്കേണ്ടതുണ്ട്. ജൂതന്റെ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകരുത്. മാനവരാശിയുടെ അനൈക്യത്തിൽ നിന്നും ഐക്യത്തിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആന്റെ സത്യം അത് മനസ്സിലാക്കുന്നിടത്തോളം മുസ്ലിമീങ്ങളിലെ വീഴ്ചകളും കുറവുകളും വിട്ടുവീഴ്ച ചെയ്ത് പരസ്പരം സ്നേഹിക്കുവാനും ഒന്നിച്ചു നിൽക്കുവാനും ഒരുമിച്ച് പ്രവർത്തിക്കുവാനും സാധിക്കും. അള്ളാഹുവിന്റെ സഹായവും സ്നേഹവും അപ്പേ ഉണ്ടായിരിക്കുള്ളൂ. ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുൻയാനും മർസൂസ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഒറ്റക്കെട്ടായി മതിൽക്കെട്ട് പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു സഫായി നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരെയാണ്. അതാവണമെങ്കിൽ ഒരുപാട് വേറെ വൈദ്യശാസ്ത്രമൊന്നും നോക്കേണ്ടതില്ല. അങ്ങനെ ആവണമെങ്കിൽ പരിശുദ്ധ ഖുർആന്റെ കൃത്യമായ ചിന്തയിലേക്ക് തിരിച്ചു വരികയും ആ പരിശുദ്ധ ഖുർആനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരാരാണെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി നാം ഇതിൻ്റെ കൂടെയുണ്ടോ എന്ന് പരിശോധിക്കുക. നാം പരിശുദ്ധ ഖുർആന്റെ കൂടെയുണ്ടോ? പക്ഷെ അള്ളാഹു അത് പൂർത്തിയാക്കും. അള്ളാഹു പൂർത്തിയാക്കിക്കൊണ്ടേയിരിക്കുന്ന പരിശുദ്ധ ഖുർആനോടൊപ്പം നമ്മളുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. മനസ്സുകൊണ്ടുണ്ടോ, പ്രവൃത്തി കൊണ്ടുണ്ടോ, പഠനം കൊണ്ടുണ്ടോ, ചിന്ത കൊണ്ടുണ്ടോ? ഉണ്ടെങ്കിൽ നാം അള്ളാഹുവിൻ്റെ കൂടെയാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും. ലോകം മുഴുവൻ കൈവിടിഞ്ഞാലും ശരി, അള്ളാഹുവിൻ്റെ സഹായം മുസ്ലിമീങ്ങൾക്കുണ്ടാകും. അള്ളാഹുവിൻ്റെ സഹായം പിൻവലിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഭയപ്പെടുന്നു. ഇസ്ലാമിൻ്റെ ദൈവത്തിനുള്ള ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ മുടങ്ങിക്കൊണ്ടേയിരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നില്ല എന്താണ് നമ്മളിൽ നിന്ന് ഇതിന് വല്ല കാരണവുമുണ്ടോ എന്ന്. നമ്മളിൽ നിന്ന് തന്നെയാണ് അതിന് കാരണം. നാമാണ് അതിൻ്റെ കാരണക്കാർ. 1, 2, 4 വ്യക്തിയായിരുന്ന കാലഘട്ടത്തിൽ നിന്നാണ് പരിശുദ്ധ ഇസ്ലാമിനെ അള്ളാഹു തആല സംരക്ഷിച്ചു കൊണ്ടുവന്ന് ലോകത്ത് വ്യാപിപ്പിച്ചത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹയുമായി ഇറങ്ങുമ്പോൾ റസൂലുള്ളാഹി മാത്രമേ ഉള്ളൂ. പിന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹ, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അങ്ങനെ ചില സഹാബിമാർ. അത് പരന്നു. അള്ളാഹുവിൻ്റെ സഹായം ഒന്നുകൊണ്ട് മാത്രം ഇത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിനെ സഹായിച്ചവരെ അള്ളാഹു സഹായിക്കാതിരിക്കുകയില്ല, അള്ളാഹു സഹായിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരേ മനസ്സോടുകൂടി പരിശുദ്ധ ഖുർആന്റെ അനുയായികളായി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായി ജീവിക്കാൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും സ്നേഹിക്കുവാനും ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അള്ളാഹുവെ കാലാകാലങ്ങളിൽ നിൻ്റെ പ്രിയപ്പെട്ടവരെ നീ തിരഞ്ഞെടുക്കും. നാഥ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഈ ഖുർആന്റെ ഖാദിമീങ്ങളാക്കി തീർത്തു തരയണമേ തമ്പുരാനെ. പരിശുദ്ധ ഖുർആൻ അറിയുവാനും മനസ്സിലാക്കുവാനും പ്രചരിപ്പിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ കൊതിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ അളവിൽ നടന്നെത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. റഹ്മാനായ തമ്പുരാനെ, നിൻ്റെ വിശാലമായ കൃപാകടാക്ഷത്താൽ പരിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ട് ജീവിക്കുന്ന, അതിൻ്റെ മാർഗത്തിൽ ഖിദ്മത്ത് ചെയ്യുന്ന, അങ്ങനെ പുണ്യങ്ങൾ അധികരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം.